ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പെട്ടത് തന്നെയാണ് നമ്മുടെ അടുക്കളകൾ. അടുക്കളയും വീടും നല്ല അടുക്കി പറിക്കി നല്ല ഓർഗനൈസ്ഡ് ആക്കി വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ലേ. ഇന്ന് അടുക്കളയുള്ള ഓർഗനൈസ് ചെയ്യുമ്പോഴുള്ള ചെറിയ ചില ടിപ്പുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പണികൾ കഴിയും. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയും കിട്ടും അല്ലേ. ഇന്ന് കിച്ചണിലേക്ക് പറ്റിയ കുറച്ച് ടിപ്പുകളുമായിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതാ, ഇങ്ങനത്തെ നമ്മൾ ബോട്ടിലുകളിലൊക്കെ സാധനങ്ങളൊക്കെ ആക്കി വയ്ക്കല്ലേ. അപ്പോൾ ആക്കി വയ്ക്കുമ്പോൾ നമ്മളിതാ ഈ പേപ്പറൊക്കെ കീറിക്കളയാൻ നോക്കിയപ്പോൾ അത് അവിടെയും ഇവിടെയൊക്കെ പോയി ഒരു വൃത്തിയില്ലാത്ത രീതിയിലായി. നമ്മൾ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട് അതിലിടുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് സാധനങ്ങളുള്ളിലുള്ള എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ പേപ്പറുകൾ വളരെ എളുപ്പത്തിൽ ഇളക്കി കളയാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അതിനായിട്ടൊരു പാത്രത്തിൽ നല്ലോണം വെള്ളം നിറയ്ക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ മുക്കി നിറച്ച് മൂടുന്ന വിധത്തിൽ, അതിൽ നല്ലോണം മൂടുന്ന വിധത്തിൽ വേണം മുക്കി ഇടാനായിട്ട്. എന്നിട്ടൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് കളയാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനും പറ്റും ഇത്. അതല്ല നമ്മൾ പെട്ടെന്ന് കൈകൊണ്ട് ഇത് നനയ്ക്കാതെ എടുക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന മാതിരി തോന്നും. ഇതിപ്പോൾ കുറച്ച് ബോട്ടിൽസ് ഒന്നിച്ചെടുത്ത് നിങ്ങൾ ബക്കറ്റിലൊക്കെ മുക്കി വെക്കിച്ച് പിന്നെ എടുത്ത് കളയുകയാണെങ്കിലും ഈസി ആയിരിക്കും. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രബ് ഇട്ടിട്ട് ഒന്നുരച്ച് കഴിഞ്ഞാൽ ആ പേപ്പറും കൂടി അങ്ങോട്ട് പോകട്ടോ. വളരെ ഈസി ആയിട്ട് കളയാം. അധികം ശ്രമമൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്ത് അതിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളാണ് എന്ന് വ്യക്തമായി നമുക്ക് കാണാനും പറ്റും. ഇപ്പം ലേബലില്ല എങ്കിൽ തന്നെ നമുക്കിതിൽ ഏതാണ് സാധനങ്ങളെന്ന് വ്യക്തമായിട്ട് അറിയാനും പറ്റും. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിലുള്ള പേപ്പറുകൾ കളയാൻ പറ്റും. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിൽ ചില ബോട്ടിലുകൾ കഴുകി കഴിഞ്ഞാലും അതിലൊക്കെ ഇങ്ങനെ പശ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് കൈയൊക്കെ ഒട്ടും. അപ്പോൾ അത് കളയാനായിട്ട് കുറച്ച് നല്ലെണ്ണ ഇതേപോലെ എടുത്തിട്ട് ആ പശയുള്ള പോർഷനിൽ നമുക്ക് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കുക കൈ കൊണ്ട്. അപ്പോൾ ആ പശയൊക്കെ വരും. ഈ പശ ശരിക്കും പറഞ്ഞാൽ പേപ്പർ ചിലപ്പോൾ കളഞ്ഞത് പോയില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കയ്യിലൊക്കെ ഒട്ടുമ്പോൾ നമുക്കതൊട്ടും തന്നെ കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതിന് ഇങ്ങനെ കളയാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അതിനെ ഉരച്ചതിന് ശേഷം കുറച്ച് സോപ്പിട്ട് കഴുകി കളയാം. അപ്പോൾ കുറച്ച് ഈസിയായി കളയാൻ പറ്റും. പക്ഷേ ഇതിനേക്കാൾ എളുപ്പമുള്ളൊരു മാർഗ്ഗം കൂടിയുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ തുടർന്ന് കാണൂ. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. അപ്പോൾ ഇതിപ്പോൾ നല്ല നീറ്റായിട്ട് കഴുകി വന്നപ്പോൾ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലെണ്ണയാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത് വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ. ഇതല്ല എങ്കിൽ അടുത്ത മാർഗ്ഗം, ഇതേ ഒട്ടലുള്ള പാത്രം ക്ലീൻ ചെയ്യാനുള്ള അടുത്ത മാർഗ്ഗം ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം കൂടിയാണ് ഇത്. നല്ലെണ്ണയേക്കാൾ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനായിട്ട് നമ്മുടെ വൈപ്സ് ഉണ്ടെങ്കിൽ എടുക്കുക. വൈപ്സ് എടുത്തിട്ട് നല്ലോണം അതിനെ ഒന്ന് ആ പശയുള്ള ഭാഗത്ത് നന്നായി ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തേച്ച് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഈ മാർഗ്ഗം എന്നാണ് എനിക്ക് തോന്നിയത്. അധികം ശ്രമമൊന്നും വേണ്ട. പശയുള്ള ഭാഗത്ത് മാത്രം നന്നായി ഒന്ന് വൈപ്സ് കൊണ്ട് തുടച്ച് കൊടുക്കുക. സാനിറ്റൈസർ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഇത്ര നന്നായിട്ട് എനിക്ക് വന്നില്ല. അപ്പം നല്ല ക്ലീൻ ആയിട്ട് ആ ഒട്ടൽ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ആക്കി കിട്ടുന്നതിൽ ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലുകളിലാക്കി വയ്ക്കുമ്പോൾ പുറത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. മസാലപ്പൊടികളാണെങ്കിൽ അതിലൊരു ലേബൽ ഇട്ട് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നീറ്റായി തോന്നും. ഇനി അടുത്തത്, നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് വയ്ക്കുമ്പോൾ പല ആൾക്കാരും പറയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തമ്മിൽ തിരിച്ചറിയുന്നില്ല, സാമ്പാർ പൊടിയും രസപ്പൊടിയും തമ്മിൽ തിരിച്ചറിയുന്നില്ല എന്നൊക്കെയാണ് പലരുടെയും കംപ്ലൈൻ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ ലേബൽ ചെയ്ത് വെക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. അതിനായിട്ട് ഇങ്ങനത്തെ പേപ്പർ ടേപ്പ് എടുക്കുക. പേപ്പർ ടേപ്പാണ് ഇതിന് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. മാസ്കിംഗ് ടേപ്പ് അല്ലെങ്കിൽ പേപ്പർ ടേപ്പ്, അതിനെ ഇതേമാതിരി നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ഒട്ടിക്കാം. ഇതാകുമ്പോൾ സ്റ്റിക്കി നോട്ടിൻ്റെ അത്ര പോലും ബുദ്ധിമുട്ടില്ല. ഇതിലിപ്പോൾ നമ്മൾ ഈ മസാല മാറി വേറൊരു മസാലയാണ് എടുക്കുന്നതെങ്കിൽ ഈ പേപ്പറിനെ മാറ്റിക്കളയുക മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഈസിയായി ഊരാനും പറ്റും. ഇത്ര ഈസിയായി ഊരി പറഞ്ഞിട്ട് അത് വെച്ച ഉടനെ പോവുകയൊന്നുമില്ല. കുറേ ദിവസം അത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. വളരെ ഈസിയും കൺവീനിയൻറ്റും ആയിരിക്കും ഈ മാർഗ്ഗം എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം നമ്മൾ ആ ബോട്ടിലല്ലെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പിൽ വേണമെങ്കിലും ഇത് ഒട്ടിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഒട്ടുകയും ചെയ്യും ഈ പേപ്പർ ഒട്ടിക്കുമ്പോൾ. പക്ഷേ എനിക്ക് അടപ്പിൽ ഒട്ടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം അടപ്പിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ അടപ്പുകൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മസാലപ്പൊടികൾ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കുപ്പികളുടെ ബോട്ടിലാണ് ഒട്ടിച്ച് വെക്കാറ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ.